ഹൈബ്രിഡ് മോഡലിൽ അതും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് അറ്റ് ഹോം ബേസിസിൽ വർക്ക് ചെയ്യുന്ന IT പ്രൊഫഷണൽസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രദറിനെ അവിടെ കാണുന്നില്ല, പറഞ്ഞു മുകളിലാണ്, ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ബ്രദറിനെ കാണുവാൻ പോയപ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കാണുന്നത്. കാര്യം ഒരു ഫിസിയോ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ടാവുക ബോഡി പോസ്ചറിലും അതുപോലുള്ള നടത്തം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ബ്രദർ ഡ്യൂട്ടിയിലാണ്, പക്ഷെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുൻപിലോട്ടൊന്ന് സ്ലൗച്ച് ചെയ്ത് ഒരു സൈഡൊക്കെ ഒന്ന് ചെരിഞ്ഞ് കൈമെല്ലാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ട സമയം തന്നെ ഞാൻ നേരെ പോയിട്ട് പുറത്തൊക്കെ ഒന്ന് തട്ടി നേരെ ഇരിക്കി, ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ബാക്ക് പെയിൻ വരും, നെക്ക് പെയിൻ വരും, അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അദ്ദേഹം എനിക്ക് എർഗണോമിക്സിൻ്റെ, അതായത് എങ്ങനെ ബോഡി പോസ്റ്റർ കീപ്പ് ചെയ്യണം അതിനെ പറ്റിയിട്ട് എനിക്ക് പഠിപ്പിച്ച് തന്നു തുടങ്ങി. കാര്യം അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് അത് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജിബിൻ പറയാനൊക്കെ ഭയങ്കര സുഖമാണ്, പക്ഷേ അത് എപ്പോഴും കൃത്യമായിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഭവം ശരിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷെ അതേ ഇതിൽ തന്നെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ഇരുന്ന ഇടയിൽ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒരു കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഒന്ന് സ്ലൗച്ച് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞിരിക്കണോണ്ടോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൈവച്ചിരിക്കണോണ്ടോ പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പക്ഷെ അതേ പോസ്ചർ തന്നെ, അതേ ഫോൾട്ടായിട്ടുള്ള ആ പോസ്ചർ തന്നെ ഒരു 45 മിനിറ്റ്സ് 1 അവർ അതിന് മീതെ നമ്മളത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വേദനയും തരിപ്പും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക. കാര്യം എർഗണോമിക് ആ ഒരു രീതിയിൽ അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ ചിൻ ലെവല്, ഷോൾഡർ ലെവല്, ബാക്ക് ലെവല്, നീ ലെവലൊക്കെ ഏത് രീതിയിൽ കീപ്പ് ചെയ്തിരിക്കണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് അഡ്വൈസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ബോഡിക്ക് ആ ഒരു സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ലോഡ് ഉണ്ടാവും, നമ്മുടെ ഒരു ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ബേസിസിൽ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇരിക്കുന്ന സമയത്ത് അത് കറക്റ്റ് പൊസിഷൻ ചെയ്തിരിക്കുമ്പോൾ ആ വരുന്ന ആ ഒരു ലോഡ് വളരെ ഈക്വലായിട്ട് ബോഡിയുടെ എല്ലാ മസിൽസിലേക്കും അത് ഈവൺ ആയിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അത് ഒരുപക്ഷെ നമ്മളൊരു സൈഡിലേക്ക് സ്ലൗച്ച് ചെയ്ത് അല്ലെങ്കിൽ ചെരിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഇരിക്കുന്ന ലോഡ് മൊത്തം ഏതെങ്കിലും ഒരു ബോഡിയുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ജോയിൻസിലേക്ക് മാത്രം അത് ഫോക്കസ്ഡ് ആവും. അപ്പോൾ ജോയിൻറ്റിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ ഒരു പക്ഷെ അവിടെ സ്ട്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ അത് സ്ട്രെയിൻ ഇഞ്ചുറി അതുപോലെ കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റ്സിലേക്കാണെങ്കിൽ, ഇപ്പോൾ മസിൽസ് ഉള്ള ഏരിയയിലേക്കാണ് കൂടുതൽ ഇപ്പോൾ ലോഡ് വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ മസിൽസ് ടൈറ്റ്നെസ് വരാനും അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ വേദനയോ തരിപ്പോ മറ്റു ബുദ്ധിമുട്ടുകളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ആദ്യം തുടങ്ങുമ്പോഴൊക്കെ എല്ലാവരും വളരെ കൃത്യമായിട്ട് നേരെയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ആ വർക്കിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് വരുന്ന സമയത്ത് അറിയാതെ തന്നെ ഇത്തരം ഈ ഫോൾട്ടി ആയിട്ടുള്ള ഈ പോസ്റ്ററിൽ ആയി പോവുകയാണ് ചെയ്യുക. ഒരു പക്ഷെ അത് മണിക്കൂറുകളോളം അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് സജസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടൈമർ സെറ്റ് ചെയ്യുക, ഒരു 30 to 45 മിനിറ്റ്സ് ഒരു ടൈമർ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ടൈമർ റിങ് ചെയ്ത് കഴിയുമ്പോൾ മെല്ലെ ആ ചെയറിൽ നിന്ന് എണീക്കുക. അവിടെ നിന്നിടത്തുനിന്ന് തന്നെ വളരെ ജെന്റിലായിട്ടുള്ള ബോഡി സ്ട്രെച്ചസ്, വാമപ്പ് എക്സസൈസസ്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇനിയിപ്പോൾ തീരെ എണീക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ചെയറിൽ ഇരുന്നു കൊണ്ടായാലും ചെയ്യാവുന്ന ഒരുപാട് സ്ട്രെച്ചിങ് എക്സസൈസസും വാമപ്പ് എക്സസൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്ത് നമ്മുടെ മസിൽസിനെ നമുക്ക് ടോണപ്പ് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഒരു പരിധി വരയ്ക്കും നമുക്ക് ജോലി സംബന്ധമായിട്ട്, ഈ പ്രൊഫഷൻ സംബന്ധമായിട്ട് സാധാരണ ആളുകളിൽ കണ്ടുവരുന്ന ആ ഒരു നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഏതൊരു ജോലി ചെയ്യുമ്പോഴും ആ ഒരു ജോലിക്ക് അനുസൃതമായിട്ട് നമ്മുടെ ബോഡി പോസ്ചറിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ട്രെയിനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരു ഫിസിയോ ആയിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഷോൾഡർ മസിൽസും അല്ലെങ്കിൽ ആ ഷോൾഡറിൻ്റെ കമ്പാർട്ട്മെൻറ്റും കോർ മസിൽസിൻ്റെ കമ്പാർട്ട്മെൻറ്റും അത്രയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പേഷ്യൻസിനെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു പ്രൊഫഷനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അപ്പോൾ അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് എക്സസൈസസും കാര്യങ്ങളും ചെയ്ത് എൻ്റെ മസിൽസിനെ ടോണപ്പ് ചെയ്തില്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന വേദനയും കാര്യങ്ങളും മാറാനായിട്ട് ഞാൻ വേറെ ഫിസിയോൻ്റെ അടുത്ത് പോകേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ പ്രൊഫഷണൽസും അവരുടെ ജോലിക്ക് എങ്ങനെയാണോ അവരുടെ ഒരു നേച്ചർ വരുന്നത് അതിനനുസരിച്ച് ടൈലേർഡ് ആയിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസസും സ്ട്രെങ്തനിങ് എക്സസൈസും ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്.
താങ്ക് യു.